ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്: നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക. നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക. ഒരാളിങ്ങനെ വീഞ്ഞ് വിളമ്പണ സമയത്ത് ആദ്യമൊക്കെ നല്ല വീഞ്ഞായിരിക്കും. പിന്നെ പോയി അവസാനമാകുമ്പോഴേക്ക് അതിൽ വീഞ്ഞിൻ്റെ അംശം കുറഞ്ഞു വരികയും വെറും വെള്ളമായി തീരുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇടപെടുന്ന എല്ലാ ജീവിത മേഖലകളിലേക്കും ബാധകമായ ഒരു കാര്യമാണിത്. ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യത്തിലുള്ള ഒരു ആകർഷണവും രസവും സ്നേഹവും ഗാഢമായ പ്രണയവുമൊക്കെ പതുക്കെ ഇങ്ങനെ കാലം പിന്നിടും തോറും കുറഞ്ഞ് അതിങ്ങനെ ആഴം കുറഞ്ഞ ഒന്നായി മാറുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു തൊഴിലിൽ ഒരാൾ ആ തൊഴിലിൽ കയറിയ സമയത്തുണ്ടായിരുന്ന ഒരു ആഴം പതുക്കെ അതിങ്ങനെ ശീലമായി, വെറുമൊരു ചടങ്ങായി, ഒരു ശീലമായി ഇങ്ങനെ മാറി അതിൻ്റെ ആഴം കുറയുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക. നല്ല വീഞ്ഞ് അവസാനം വരെ വിളമ്പുക. നിങ്ങൾ ഇനി കുറേ സമയം പ്രസംഗങ്ങളും ശബ്ദങ്ങളുമൊക്കെ കേൾക്കാൻ പോവുക. അതുകൊണ്ട് ഞാനായിട്ട് നിങ്ങളെ അലോസരപ്പെടുത്താതെ കുറച്ച് സൂചനകൾ മാത്രം തന്നിട്ട് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന കാര്യം തന്നെ എനിക്കും അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കറിയാത്ത പുതിയൊരു കാര്യമൊന്നും എനിക്കറിയില്ല. എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മിപ്പിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ അടുത്ത് ഒരു അധ്യാപകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചു. അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച സമയത്ത് അദ്ദേഹത്തിന് ജോലിയോടുള്ളൊരു ഗാഢമായ സ്നേഹവും ഒക്കെ ഉണ്ടാവുമല്ലോ, ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എല്ലാ ദിവസവും വൈകി വരും. അങ്ങനെ അവൻ വൈകി വരുന്നു എന്നുള്ളത് മാഷിന് വല്ലാത്ത ഒരു പ്രയാസമായി. മാഷ് പല ദിവസവും അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്, അവനെ അടിക്കുന്നുണ്ട്, അവനെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംസാരം നടത്തുന്നുണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ എന്നാലും അവൻ വൈകിയേ വരൂ. ഇത് മാഷിക്കൊരു തരം ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. മാഷിനോടൊരു തരത്തിലുള്ള അവനെ അപമാനിക്കുന്നത് പോലെ തോന്നി. എത്ര പറഞ്ഞിട്ട് അവനതിന് മൈൻഡ് ചെയ്യണില്ല. പതിവ് പോലെ ഒരു ദിവസം അവൻ ഇതേപോലെ തന്നെ വൈകി വന്ന സമയത്ത് മാഷ് അന്നുണ്ടായ എന്തൊരു ദേഷ്യത്തിൻ്റെ പേരിൽ ഇവനെ വല്ലാതെ അടിച്ചു. അടി മുഴുവനും കൊണ്ടത് അവൻ്റെ കയ്യിലായിരുന്നു. അവൻ്റെ ഒരു വിരൽ വല്ലാതെ മുറിഞ്ഞു, വേദനയായി. അവൻ കരയാൻ തുടങ്ങി. ഇത്രയും ദിവസം അടിച്ചപ്പോൾ അവൻ കരയുന്നില്ലായിരുന്നു. ഇന്ന് ആ അടി കിട്ടിയിട്ട് അവൻ കരയാൻ തുടങ്ങി. മാഷ് അവനെ മൈൻഡ് ചെയ്തില്ല. മാഷിന് അവനോട് അത്രയും ദേഷ്യമുണ്ട്. അവൻ കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴും മാഷ് അതിന് ഒരു പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷെ ഇവ കരച്ചിൽ നിർത്തുന്നില്ല, ഈ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. അപ്പം മാഷിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. മാഷിങ്ങനെ ചെന്നിട്ട് കൈ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ കൈ നല്ലോണം മുറിഞ്ഞ അടയാളമുണ്ട്, ചോരയൊക്കെ കല്ലച്ച് നിൽക്കുന്നുണ്ട്. മാഷി ഇവനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ഒരു ഓട്ടോറിക്ഷ എടുത്ത് ആശുപത്രിയിലേക്ക് പോയി. അവൻ്റെ കൈയൊക്കെ കെട്ടി ഓട്ടോറിക്ഷയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവന് വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ തീരുമാനിക്കണം മാഷ്. അങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വീടൊരു ചെറിയ കുന്നിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ താഴെ അവരെ വണ്ടി നിർത്തി. അവൻ പറഞ്ഞു, മാഷ് ഇതിൻ്റെ മുകളിലേക്കാണ്, ഞാൻ നടന്നു പോയിക്കോളാം, മാഷ് വരണ്ട. പക്ഷെ മാഷിൻ്റെ സമാധാനമില്ല. മാഷ് പിന്നാലെ പോയി. അങ്ങനെ കയറി ചെന്നപ്പോൾ ഒരു ചെറിയ കുടിൽ, ഒരു ചെറിയ വീടാണ്. സാധാരണ നമ്മൾ ചെന്നാൽ ആരെങ്കിലും വിളിക്കൂലേ, ഉമ്മ അപ്പ എന്നൊക്കെ വിളിക്കൂലേ. ഇവനൊന്നും വിളിക്കുന്നില്ല.
അപ്പം നേരെ ചെന്നിട്ട് ഒരു ചെറിയ ജനാലയുണ്ട്, ആ ജനാലിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് ആ വാതിൽ സ്വയം തുറന്നു. എന്നിട്ട് അവന് മാഷെ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു. ഇത്രയും നേരം അവൻ മാഷോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എന്തിനാ മാഷെ ഇങ്ങനെ അടിച്ചത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അതിൻ്റെ കാരണവും അവൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം പറയാനാണ് അവൻ അകത്തേക്ക് വിളിക്കുന്നത്. അവന് മാഷോട് പറയാനുള്ളത് മുഴുവനും ആ ക്ഷണപത്രത്തിലുണ്ട്. ഇങ്ങോട്ട് വരൂ. മാഷിങ്ങനെ കയറി ചെന്നു. അവിടെ കുറച്ചു നേരം നിന്നു. അവിടുന്ന് തിരിച്ചു പോന്നു. മാഷ് കണ്ണീരിങ്ങനെ തുടക്കുന്നുണ്ടായിരുന്നു. മാഷിന് മനസ്സിലായി അവൻ എന്തുകൊണ്ടാണ് വൈകുന്നത്. അവനാകെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കുക. അമ്മയ്ക്കും അവനും ആകെ ഉള്ളതൊരു പശു മാത്രം. ആ പശുവിൻ്റെ പാല് കറന്നെടുക്കുന്നത് ആ കുട്ടിയോ, ആ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ആ കുട്ടിയോ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി തിരിച്ചു വന്ന് അവൻ്റെ പുസ്തകക്കെട്ടുകൾ എടുത്ത് ഒക്കത്ത് വെച്ച് അവന് സ്കൂളിലേക്ക് ഓടി വരുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന് മാഷിന് അന്ന് മനസ്സിലായി. മാഷിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി. എൻ്റെ മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 ജീവിതമാണ് എന്ന്. കൊടുക്കുന്ന ഹോംവർക്ക് ഒന്ന് തന്നെയാണ്, പക്ഷേ 30 കുട്ടികൾക്കും 30 ജീവിത സാഹചര്യങ്ങളാണ് എന്നും 30 ജീവിതങ്ങളാണ് എന്നും 30 സങ്കടങ്ങളാണ് എന്നും മാഷിന് അന്ന് മനസ്സിലായി. ഇതേപോലൊരു ടീച്ചർ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി മാത്രം പഠനത്തിൽ യാതൊരു ശ്രദ്ധയില്ല, ഒരു താല്പര്യമില്ല. ഇതേപോലെ ദേഷ്യപ്പെട്ടാലോ അടിച്ചാലോ ഒന്നും അവനൊരു പ്രതികരണമില്ല. ഒരു ദിവസം ടീച്ചർ അത് പരസ്യമായി പറയുക പോലും ചെയ്തു, നിങ്ങളെല്ലാവരെയും എനിക്കിഷ്ടമാണ്, പക്ഷേ ടെഡിയെ മാത്രമേ എനിക്ക് താല്പര്യമില്ല, അവന് പഠിക്കാൻ യാതൊരു ആഗ്രഹമില്ല എന്നൊക്കെ ടീച്ചർ പരസ്യമായി പറയുക പോലും ചെയ്തു. ഒരു ദിവസം ടീച്ചർ ഇങ്ങനെ കുട്ടികളെ പഴയ ഈ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇങ്ങനെ നോക്കുക. അവരുടെ പഴയ ക്ലാസ്സിലെ, ഇത് 4ാം ക്ലാസ്സാണ്, 1, 2, 3 ക്ലാസ്സിലെ പ്രോഗ്രസ് റിപ്പോർട്ടുകളൊക്കെ നോക്കിയപ്പോൾ 1ാം ക്ലാസ്സിൽ നല്ല മിടുക്കനായ കുട്ടിയായിരുന്നു ഇവൻ. 2ാം ക്ലാസ് എത്തിയപ്പോൾ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്, അന്നത്തെ ക്ലാസ് ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്, ടെഡിയുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്, അവന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കാണാം എന്ന്. പിന്നെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ടെഡിയുടെ അമ്മയ്ക്ക് തീരെ വയ്യ, അതായിരിക്കും അവൻ്റെ സങ്കടത്തിന് കാരണമെന്ന് തോന്നുന്നു. പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ടെഡിയുടെ അമ്മ മരിച്ചു, അത് ടെഡിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ടീച്ചർക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അന്ന് മുതൽ ടീച്ചർ ഇവന് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുക. ഇതുവരെ ഇല്ലാത്തൊരു കരുണ അവൻ്റെ മേൽ ടീച്ചറിൽ നിന്ന് പെയ്യാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്തൊരു ശ്രദ്ധ അവന് കിട്ടാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞ് ടീച്ചറുടെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. അപ്പോൾ അവിടെ സാധാരണ കുട്ടികളൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുവരും ടീച്ചറുടെ ബർത്ത്ഡേക്ക്. പടിഞ്ഞാറൻ രാജ്യത്ത് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ കുട്ടികളൊക്കെ വലിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നല്ല സമ്മാനങ്ങൾ ടീച്ചർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ടെഡി കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? ഒരു സാധാരണ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ എന്തൊരു സാധനം, വർണ്ണക്കടലാസൊന്നുമില്ല, തിളങ്ങുന്നൊന്നുമില്ല, ഒരു സാധാരണ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്തോ കൊണ്ടുവന്നിട്ട് ടീച്ചർക്ക് കൊടുത്ത്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറ്റു നോക്കുകയാണ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ടീച്ചർ ഇങ്ങനെ തുറന്നപ്പോൾ അതിലൊരു അത്തർ കുപ്പിയുണ്ട്. ഈ അത്തർ കുപ്പി മിക്കവാറും അതിൽ തീർന്നിട്ടുണ്ട്, കുറച്ച് ബാക്കിയുള്ളൂ. പിന്നെയുള്ളതൊരു കല്ലുമാലയാണ്, അതാരോ ഉപയോഗിച്ചതിൻ്റെ ഒരു കല്ലുമാല, പുതിയതൊന്നുമല്ല. ഇത് കണ്ടപ്പോൾ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി, പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നതെന്നുള്ളത്. പക്ഷെ ടീച്ചർ എന്താ ചെയ്യുന്നതെന്നറിയോ? ടീച്ചർ ആ മാല ഇങ്ങനെ കഴുത്തിലണിഞ്ഞു, ആ അത്തര ഇങ്ങനെ ശരീരത്തിൽ പൂശി. കുട്ടികളോട് എല്ലാവരോടും കൈയടിക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും കൈയടിച്ചു. സ്കൂള് വിട്ട് കുട്ടികളൊക്കെ പോയി. ഒരാൾ മാത്രം ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ വീട്ടിൽ പോവാത്തത്?
അവന് കാരണമൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത് എന്ന് പറഞ്ഞില്ല. കുറേ സമയം അവനവിടെ കാത്തിരുന്നു. ടീച്ചർ ഇങ്ങനെ വരുന്നുണ്ട്. ടീച്ചർ വന്നപ്പോൾ അവൻ ടീച്ചറുടെ അടുത്തേക്ക് ചെന്ന്, ടീച്ചറുടെ തൊട്ടടുത്ത് ഇങ്ങനെ ചെന്ന് നിന്ന്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ ടെഡ്ഡി ഇത്ര നേരമായിട്ടും വീട്ടിൽ പോകാത്തത്? അവൻ പറഞ്ഞു, ടീച്ചർക്ക് ഇപ്പോൾ എൻ്റെ അമ്മയുടെ മണമാണ്. സ്കൂള് കഴിഞ്ഞിട്ട് കുട്ടി പോവാ, വേറെ സ്കൂളിലേക്ക് മാറിപ്പോവാ. ആ സമയത്ത് അവനൊരു ചെറിയ പേപ്പറിൽ ഒരു സാധനം എഴുതിയിട്ട് ടീച്ചറുടെ ഡയറിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ടീച്ചർ അതിങ്ങനെ കണ്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല ടീച്ചർ നിങ്ങളാണ്. ടീച്ചർ അവനെ ഇങ്ങനെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട്, ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ചെവിയിൽ പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീച്ചറായി ഞാൻ മാറാനുള്ളൊരു കാരണമുണ്ട്. എന്നെ മികച്ചൊരു ടീച്ചറാക്കി മാറ്റിയത് നീ ആയിരുന്നു. എന്നൊരു ടീച്ചറാക്കി മാറ്റിയത് നീ ആയിരുന്നു. ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ 2 സ്ഥാനങ്ങളുണ്ട്. ഏറ്റവും വില കൂടിയ 2 സ്ഥലങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, മറ്റൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ഓർക്കുക എന്നുള്ളതാണ്. അയാളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല, അയാൾ നമ്മളെ ഓർക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വില കൂടിയ പ്രഷ്യസായ സ്ഥലം. പിന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതെന്താണെന്നറിയോ? ഒരു കുട്ടിയുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനമാണ്. നമ്മൾ പറയുന്നതിനെ വാല്യൂ ചെയ്യുന്നൊരു കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ വാക്കിന് വില തരുന്നൊരു കുട്ടി, നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്ഥാനമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്രയും കണ്ണുകൾ അത്രയേറെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള മനുഷ്യന്മാരാണ്. ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയ മനുഷ്യന്മാരാണ്. വലിയ വലിയ മനുഷ്യന്മാർ ചെയ്തിട്ടുള്ള കാര്യമാണ് അധ്യാപനം എന്ന് പറയുന്നത്. അന്ന് ബെഞ്ചും ഡെസ്കും ബോർഡും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ ചെയ്തത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന ആൾ അധ്യാപകനല്ല, നിങ്ങളൊക്കെ അധ്യാപകരാണ്. നിങ്ങൾ അത്രയും ഭാഗ്യം കിട്ടിയ മനുഷ്യരാണ്. അതുകൊണ്ട് എനിക്ക് 3 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചുരുക്കി പറയാം, വിശദീകരിച്ച് പറയേണ്ട ഒരു സദസ്സേ അല്ല. കാര്യബോധമുള്ള, അറിവുള്ള, വിവേകമുള്ള, പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു സദസ്സിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ശ്രീബുദ്ധയുടെ ചരിത്രത്തിലൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരാളുണ്ട്, ആനന്ദ എന്നാണ് പറയുക. ആനന്ദനും ബുദ്ധയും ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോവാം. ആ സമയത്ത് രണ്ടാൾക്കും ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുഴ കടന്നാണ് അവർ പോയത്. പിന്നെയാണ് ബുദ്ധ ആലോചിച്ചത്, ആ പുഴയിൽ നിന്ന് വെള്ളം എടുത്താൽ മതിയല്ലോ. അങ്ങനെ ആനന്ദനോട് പറഞ്ഞു, എടാ കുറച്ച് വെള്ളം പോയി കൊണ്ടുവരൂ, നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ട ആ പുഴയിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ആനന്ദ തോൽസഞ്ചിയുമായിട്ട് ആ പുഴയുടെ അടുത്തേക്ക് പോയി. അതേപോലെ തിരിച്ചും വന്നു, വെള്ളമില്ല. അപ്പോൾ ബുദ്ധ ചോദിക്കുന്നുണ്ട്, എന്തേ വെള്ളം എടുക്കാതിരുന്ന്? അപ്പോൾ ആനന്ദ പറയുന്നുണ്ട്, ആ പുഴയിലൂടെ കാളവണ്ടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതാകെ കലങ്ങിയിട്ടുണ്ട്. കാളവണ്ടി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു, പുഴയാകെ കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധ ആനന്ദയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കലങ്ങിയ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബുദ്ധ ആനന്ദയോട് പറയാ, കുറച്ചു നേരം കാത്തിരുന്നാൽ തെളിയാത്ത ഏത് പുഴയാണുള്ളത്? കുറച്ചു നേരം കാത്തിരുന്നാൽ തെളിയാത്ത ഏത് പുഴയാണ് ഉള്ളത്? ആനന്ദ അതേപോലെ തന്നെ തിരിച്ചുപോയി. കുറച്ചു നേരം കാത്തിരുന്നു. മുകളിലേക്ക് വന്ന ചെളിയൊക്കെ താഴേക്ക് പോയി. വെള്ളം ഇങ്ങനെ പതുക്കെ തെളിയാൻ തുടങ്ങി. അതിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടുവന്ന്
ബുദ്ധയ്ക്ക് കൊടുത്തു. കുറച്ചു നേരം കാത്തിരുന്നാൽ തെളിയാത്ത ഏത് പുഴയാണുള്ളത്? ബൈബിളിലായിരുന്നാലും ഖുർആനിലായിരുന്നാലും ഒരു പ്രവാചകൻ്റെ കഥ പറയുന്നുണ്ട്. യൂസഫ് എന്നാണ് പ്രവാചകൻ്റെ പേര്, അല്ലേ? യൂസഫ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാലോ. യൂസുഫ് നബി അലൈഹിസ്സലാം ചരിത്രം അറിയാലോ. അദ്ദേഹത്തിന് കുറേ ഇക്കാക്കന്മാരുണ്ട്. ആ ഇക്കാക്കന്മാർക്ക് ഈ കുട്ടിയോട് അസൂയ ഉണ്ടായി. അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് അവർ ആടുമേക്കാൻ പോയി. എന്നിട്ട് ഈ കുട്ടിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട്, എന്നിട്ട് ഒരു ആടിനെ അറുത്തിട്ട് അതിൻ്റെ ചോര ഈ കുട്ടിയുടെ കുപ്പായത്തിലാക്കിയിട്ട് വാപ്പനോട് വന്നിട്ട് പറഞ്ഞെന്താ? യൂസുഫിനെ ചെന്നായ പിടിച്ചു, നമ്മളെ കുട്ടി പോയി, അല്ലേ? ആ വാപ്പാക്ക് വിശ്വസിക്കാതെ വേറൊരു വഴിയില്ല. കാരണം ചോര കലർന്ന കുപ്പായ. ബൈബിളിൽ ഏകദേശം ഇതേപോലെ തന്നെ കേട്ടോ ഈ കഥ പറയണത്. ചോര കലർന്ന കുപ്പായം കാണിച്ചിട്ട് നമ്മുടെ കുട്ടീനെ ചെന്നായ പിടിച്ചു എന്നാണ് പറയണത്, അല്ലേ? ആണല്ലോ. പക്ഷെ പിന്നെ ഖുർആനിൽ പറയണത് എന്താണെന്നറിയോ? ആ വാപ്പനെ കുറിച്ച്, ആ വാപ്പ ക്ഷമിച്ചതിനെ കുറിച്ച്, ആ വാപ്പ കാത്തിരുന്നതിനെ കുറിച്ച് പഠിച്ചോൻ പറഞ്ഞൊരു വീടുണ്ട്. എന്താണെന്നറിയോ? സൊബറുൻ ജമീൽ. സൊബറുൻ ജമീൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിമനോഹരമായ കാത്തിരിപ്പ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ? ഒരിക്കലും വരൂല എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് കാത്തിരിക്കുന്നത്. കാണാതായി എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാം. ഇത് കാണാതായി എന്നല്ല പറഞ്ഞ, ചെന്നായ പിടിച്ചു കൊന്നു എന്നാ പറയണ. ചെന്നായ പിടിച്ചു കൊന്നു കളഞ്ഞ ഒരാൾക്ക് വേണ്ടി ഇനി എന്ത് കാത്തിരിക്കാനാ? കാണാതായ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാം. നഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി, മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി ഇനി എങ്ങനെ കാത്തിരിക്കും? ആ കാത്തിരിപ്പ് ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനെ കുറിച്ചാണ് പഠിച്ചോൻ പറഞ്ഞ. അതൊരു വല്ലാത്ത കാത്തിരിപ്പായിരുന്നു, അതിമനോഹരമായ കാത്തിരിപ്പായിരുന്നു. ഒരധ്യാപകൻ, ഒരു ഗുരു, അയാളുടെ മനസ്സ് നിറച്ചു വെക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുന്നു. കാത്തിരിക്കാനുള്ള, സഹിക്കാനുള്ള, ക്ഷമിച്ച് കാത്തിരിക്കാനുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ചെളിയൊക്കെ ഇങ്ങനെ താഴേക്ക് പോയി തെളിവെള്ളം വരുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് ഓരോ കുഞ്ഞിലും ഉണ്ട്, അല്ലേ? ഓരോ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് സൊബറുൻ ജമീൽ. സൊബറുൻ ജമീൽ. കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലൊരു സ്റ്റോറി ഉണ്ട്. ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്നൊരു നാണയം ഇങ്ങനെ താഴേക്ക് വീണു പോവുക. ആ നാണയം ഇങ്ങനെ ഉരുണ്ട് പോയിട്ട്, ഒരു വലിയ സ്റ്റോറിയാണ്, അതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. നാണയം ഇങ്ങനെ ഉരുണ്ട് പോയി ചെളിവെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ എത്ര തിരഞ്ഞിട്ടും കാണുന്നില്ല. വയലാണല്ലോ, പാടങ്ങളാണല്ലോ. പിന്നെ അയാളുടെ മൂന്നാമത്തെ തലമുറയിലെ ഒരു കുട്ടിയാണ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തോ ഒന്നിൽ തട്ടുന്നു. അതിങ്ങനെ നോക്കുന്നു. അതൊരു വട്ടത്തിലുള്ള എന്തോ ഒരു സാധനമാണ്. ചെളിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഒന്നും കാണുന്നില്ല. അതിങ്ങനെ ഒരസി നോക്കുമ്പോഴാണ് അതൊരു പൊന്നാണയമാണ് എന്ന് തിരിച്ചറിയണം. ചെളി ഇങ്ങനെ കളഞ്ഞു നോക്കുമ്പോൾ പൊന്നാണയമാകാത്ത ആരാണുള്ളത്? ഓരോ കുട്ടിയുടെ ഉള്ളിലുള്ള ആ പൊന്നാണയത്തെ കണ്ടുപിടിക്കലാണ് ഒരു ഗുരുവിൻ്റെ നിശ്ചയം. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാ. ഇരുട്ടിനെ ഇങ്ങനെ നീക്കിയിട്ട് വെളിച്ചം കണ്ടെത്തുന്ന ആളുടെ പേരാ. ചെളി കളഞ്ഞിട്ട് പൊന്നാണയത്തെ കണ്ടെത്തുന്ന ആളുടെ പേരാ. ഗു ശബ്ദം അന്ധകാരേശ്വ രു ശബ്ദം തത് നിരോധഗാഹ എന്ന് പറയണത് അതാ. രണ്ടാമത്തെ കാര്യം, ബൈബിളിലും ഖുർആനിലും പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രവാചകൻ്റെ സംഭവമാണ്. അത് മോശെ പ്രവാചകൻ, മൂസ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ ഫറോവയുടെ അടുത്തേക്ക് പടച്ചോൻ പറഞ്ഞയക്കുന്നൊരു സന്ദർഭമുണ്ട്. ആരുടെ അടുത്തേക്കാണ് പറഞ്ഞയക്കുന്നത്? ഫറോവയുടെ അടുത്തേക്ക്. ഫറോവയുടെ ഒരു പ്രത്യേകത എന്താ? ഇദ്ദേഹത്തെ ചെറുപ്പകാലത്ത് വളർത്തി വലുതാക്കിയ ആളാണ് ഫറോവ. ആ ഫറോവയോട് ചെന്നിട്ട് പറയേണ്ടത് എന്താണ്? ഫറോവ ഞാൻ പടച്ചോനാണ്, ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന ആളാണ്. അയാളോട് ചെന്നിട്ട് പറയേണ്ടത് എന്താണ്? നിങ്ങളല്ല ദൈവം, വേറൊരു ദൈവമുണ്ട് എന്നാണ് പറയേണ്ടത്. ഇത് ആര് പറഞ്ഞാലും അയാൾക്ക് ദേഷ്യം വരും.
മൂസ പറഞ്ഞാൽ അതിലേറെ ദേഷ്യം വരും. കാരണം മൂസ എന്ന ആള് ഈ ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിച്ചു വളർന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫറോവയുടെ ഉപ്പും ചോറും കഴിച്ചു വളർന്ന ഒരാൾ വന്നിട്ട് ഫറോവയോട് പറയാ, താങ്കളല്ല ദൈവം, വേറൊരു ദൈവമുണ്ട്. എത്ര ദേഷ്യം വരും. ആ ഫറോവയുടെ അടുത്തേക്ക് ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് മോശെ പ്രവാചകൻ അലൈഹിസ്സലാം പടച്ചോനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. രാവിലെ ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ, ഹാജറിൻ്റെ പുസ്തകം ഉണ്ടല്ലേ, ആ ഹാജറിൻ്റെ പുസ്തകം എടുത്ത് ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? റബ്ബിശ്റഹ്ലി സുദ്രി, റബ്ബിശ്റഹ്ലി സുദ്രി. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇതാർക്കും പ്രാർത്ഥിക്കാവുന്ന കേട്ടോ, ആർക്കും പ്രാർത്ഥിക്കാവുന്ന, മതഭേദമന്യേ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? പടച്ചോനെ എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണേ ഈശ്വര, എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണേ. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? മോശെ പ്രവാചകൻ അലൈഹിസ്സലാം. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ഫറോവയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് അല്ലേ? കാരണം ഫറോവ ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല. അയാൾ ചിലപ്പോൾ എന്നെ തെറി വിളിക്കും, ഞാൻ തിരിച്ചങ്ങനൊന്നും പറയാൻ പാടില്ല. അയാൾ എന്നോട് കയർക്കും, ഞാൻ തിരിച്ച് അതേപോലെ കയർക്കുവാൻ പാടില്ല. കാരണം അയാൾക്ക് എന്നോട് പറയാനുള്ളതല്ല എനിക്ക് അയാളോട് പറയാനുള്ളത്. അയാൾക്ക് എന്തും പറയാം, എനിക്കങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് പഠിച്ചോനെ അയാൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിലും അയാളെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിനെ വിശാലമാക്കണേ എന്നല്ലേ പ്രാർത്ഥിച്ച് അല്ലേ? ശരിക്കും മൂസാ നബി പ്രാർത്ഥിക്കാമായിരുന്ന പ്രാർത്ഥന എന്താ? പഠിച്ചോനെ ഫറോവയുടെ മനസ്സ് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു? അങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നു? പഠിച്ചോനെ ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു? ക്ലാസ്സിലെ 30 കുട്ടികൾക്കും 30 സ്വഭാവങ്ങളാണ്. എല്ലാ കുട്ടികളും ഒരേപോലെയല്ല ഒരു അധ്യാപകൻ്റെ നേർക്ക് നോക്കുന്നത് പോലും. തലമുറയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിൽ വ്യാപകമായ വ്യത്യാസങ്ങൾ വരും. പഴയ ഗുരുനാഥന്മാരുടെ കഥകളൊക്കെ ഇന്ന് ഫിറ്റാവുമെന്ന് നമുക്കറിയില്ല. കാരണം സമൂഹവും കുട്ടികളും അവരുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ലോകവും ഒക്കെ മാറി. എല്ലാം മാറിയ ഒരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് നമ്മൾ ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ? ക്ലാസ്സിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥനയാണ്, പഠിച്ചോന് എൻ്റെ മനസ്സിനെ വിശാലമാക്കി തരണമേ. നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും കാർപ്പറ്റ് വിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടാനേ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ ഒരു കാലിൽ ചെരുപ്പിടാനേ പറ്റുള്ളൂ. നമ്മുടെ കാലിൽ ചെരുപ്പിടാനേ പറ്റുള്ളൂ, മുള്ളു കൊള്ളാതിരിക്കാൻ. ഇതാണ് റബ്ബിശ്റഹ്ലി സുദ്രി. പഠിച്ചോനെ എൻ്റെ മനസ്സിനെ നീ വിശാലമാക്കി തരണേ. ഭാഷോ എന്ന് പറയുന്നൊരു പഴയ മാഷുണ്ട് ജപ്പാനിൽ കേട്ടോ. അന്ന് ഈ ആശ്രമമാണല്ലോ, കൂടെ ജീവിച്ചിട്ടാണല്ലോ പഠിക്കുക. അങ്ങനെ കുറേ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ മോഷണം നടത്തുന്നുണ്ട്, മറ്റു കുട്ടികളുടെ എന്തൊക്കെയോ സാധനം മോഷ്ടിക്കുന്നുണ്ട്. ആ മറ്റു കുട്ടികളൊക്കെ വന്നിട്ട് ഇവനോട് പരാതി പറയുന്നുണ്ട്, മാഷോട് പരാതി പറയുന്നുണ്ട്, മാഷേ അവനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞയക്കണം. മാഷ് ഇങ്ങനെ കാത്തിരിക്കൂ എന്ന് പറയും. ഒരു ദിവസം ഇവർ വന്നിട്ട് പറഞ്ഞു, മാഷേ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവനെ നിങ്ങൾ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പുറത്തു പോകും. ഒന്നുകിൽ അവനെ പുറത്താക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പോകും എന്ന് പറഞ്ഞു. മാഷൊന്നും മിണ്ടിയില്ല. പിന്നെയും അതേ സംഭവം ആവർത്തിച്ചു. കുട്ടികളെല്ലാവരും മാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഷേ നിങ്ങൾ അവനെ പുറത്താക്കാൻ തീരുമാനിക്കൂലല്ലോ? ഇല്ല, തീരുമാനിക്കൂല. എന്നാൽ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ആ കുട്ടികളോട് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളെല്ലാവരും പോയിക്കോളൂ, കാരണം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവനിപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവനിപ്പോഴും മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവനിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നല്ലേ? നിങ്ങളെല്ലാവരും പോയാലും എനിക്കൊരു പേടിയില്ല, പക്ഷേ അവൻ പോകുന്നത് എനിക്ക് പേടിയാണ്. എൻ്റെ ആ കുട്ടിയെ ഞാൻ പുറത്തേക്ക് വിടില്ല, എനിക്ക് അവനെ വേണം എന്ന് പറയുന്നുണ്ട് മാഷ്. ഒരസി
അവൻ്റെ പൊന്നാണയത്തിന് വേണ്ടിയിട്ടുള്ള മാഷിൻ്റെ കാത്തിരിപ്പാണ്. മൂന്നാമത്തെ കാര്യം, പഠിച്ചോൻ പറഞ്ഞ കാര്യം തന്നെ പറയാം, അത് മനസ്സിലാകുന്ന കാര്യം ആളുകളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുമിച്ച് സമ്പർക്കം പുലർത്തുന്ന എല്ലാ മനുഷ്യന്മാർക്കും ബാധകമായൊരു കാര്യം പഠിച്ചോൻ പറയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ വിവാഹത്തിന് മാത്രമൊന്നുമല്ല ഇത് ഫിറ്റായിട്ടുള്ളത്, ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഫിറ്റാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? സൂറത്ത് റൂമിലാണ് പറയണത്. റൂം എന്ന അധ്യായത്തിലാണ് പറയണത്, റോമാ രാജ്യക്കാർ എന്ന അധ്യായത്തിൽ. അതിൽ നമ്മുടെ ജീവിതത്തിലേക്കൊരു മനുഷ്യൻ വരിക. അത് എങ്ങനെയായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും, അത് ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, സഹപ്രവർത്തകനായിട്ട്, മകനായിട്ട്, പേരക്കുട്ടിയായിട്ട്, അയൽക്കാരായിട്ട്, ഹെഡ്മാഷായിട്ട്, അല്ലെ, ആരായിട്ടാണെങ്കിലും നമ്മളെ ജീവിതത്തിലേക്കൊരു മനുഷ്യൻ വരുമ്പോൾ പഠിച്ചോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. വല്ലാത്തൊരു വചനം അത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇതൊരു മനുഷ്യനാണ് എന്ന്. മിൻ അംഫുസിക്കുന്ന പഠിച്ചോൻ ഉപയോഗിച്ചത്. മിൻ അംഫുസിക്കുന്ന അത്രയേ ഉള്ളൂ. ഇതൊരു ഹ്യൂമനാണ്, മനുഷ്യനാണ്. എന്തിനാണ് ഇതൊരു മനുഷ്യനാന്ന് പറഞ്ഞാൽ? എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞാൽ? പക്ഷെ മിക്കവാറും ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ കൊണ്ടുവന്ന് വെച്ച് കണ്ടില്ലേ? കല്യാണത്തിൻ്റെ സ്ഥലത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ പ്ലാസ്റ്റിക് പൂക്കൾ. പ്ലാസ്റ്റിക് പൂക്കളായാലുള്ളൊരു മെച്ചം എന്താണെന്നറിയോ? ഒരു ഗുണം എന്താണെന്നറിയോ? അത് വാടിപ്പോകില്ല എന്നുള്ളത്. അത് ഉണങ്ങിപ്പോകുന്നില്ലല്ലോ. അതിനൊന്നും കൊടുക്കണ്ട, അതൊന്നും കൊടുക്കണ്ട. ഇടയ്ക്ക് പൊടി ഉണ്ടാവുക, തട്ടി കൊടുത്താൽ മതി. പക്ഷെ ശരിയായ പൂവാണെങ്കിലോ, ശരിയായ പൂവാണെങ്കിലുള്ളൊരു പ്രശ്നം അത് വാടിപ്പോകുന്നുള്ളതാണ്, അതിങ്ങനെ ഉണങ്ങിപ്പോകുന്നുള്ളതാണ്. അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ നിറം മാറുകയും രൂപം മാറുകയും ഒക്കെ ചെയ്യും എന്നതാണ്. പഠിച്ചോൻ എന്താ പറയണറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നിങ്ങൾ കണ്ടുമുട്ടുന്നത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ മനുഷ്യനല്ല, കല്ലുകൊണ്ടുണ്ടാക്കിയൊരു സാധനമല്ല. ഇതേ മനസ്സുള്ള മനുഷ്യനാണ്, ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. മിക്കവാറും നിങ്ങൾ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോട് സഹവസിക്കുന്ന ആളുകളാണല്ലോ. അറിയാലോ, പറയേണ്ട കാര്യമില്ല. നമ്മൾ ടീനേജ് പ്രായത്തിലുള്ള ഒരാളുടെ കൂടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് എന്താണ് അത് എന്ന്. നമുക്ക് മനസ്സിലാവില്ല ആ കുട്ടിയെ. നിങ്ങൾ ആലോചിച്ചു, ഇത്രയേറെ സഹോദരിമാർ, ടീച്ചർമാരോട് ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു 13 14 വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഓരോ മാസവും 7 ദിവസം നിങ്ങൾ കടന്നു പോകുന്ന കഠിന കാലത്തെക്കുറിച്ച് അറിയാലോ. എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകണം, എന്തെല്ലാം സ്ട്രെസ് അനുഭവിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിടുത്തം കിട്ടില്ല അല്ലേ? കഴിഞ്ഞ ആഴ്ചയുള്ള ആളെ അല്ല ഈ ആഴ്ച. എല്ലാം തകിടം മറിയുന്നു. അതെന്താ സംഭവം? എന്താ? നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലേ? ഇത് പുരുഷന്മാർക്കുണ്ടോ? പുരുഷന്മാർക്കുണ്ടോ? ഉണ്ടോ? ഒരേ ഒരു പ്രാവശ്യം. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? കാരണം അവനെ തന്നെ മനസ്സിലാവില്ല. നമ്മളവനെ കുട്ടിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ വലിയൊരാളായതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ആ കുട്ടിയുടെ സ്ട്രെസ് എന്തായിരിക്കും? സാധാരണ ആ ഏജിലുള്ള കുട്ടികളെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ വന്ന് പറയല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം ആകെ മാറി. അവൻ അനിയത്തിയോട് മിണ്ടുന്നില്ല, അനിയനോട് ദേഷ്യപ്പെടുന്നു, ഞങ്ങളോട് മിണ്ടുന്നില്ല, കല്യാണത്തിന് വിളിച്ചാൽ വരുന്നില്ല, അങ്ങനെയൊക്കെ പറയില്ലേ. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പറയും. മിക്കവാറും ആ കുട്ടിക്ക് ദേഷ്യങ്ങളായിരിക്കും ഇങ്ങനെ കിട്ടുന്നത്. മിക്കവാറും അവൻ്റെ പേരൻസിൻ്റെ അടുത്തുനിന്ന് നല്ലതല്ലാത്ത കുറേ ബിഹേവിയർ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ അങ്ങനെയുള്ള പേരൻസിനോട് എനിക്ക് പറയാറുണ്ട്, നിങ്ങൾ ആ കുട്ടിയെ കുറച്ച് നേരം ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നോക്കൊണ്ടു. വേറൊന്നും പറയണ്ട, ഒന്നും പറയണ്ട. കുറച്ച് നേരം അവനെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നോക്കൊണ്ടു. അത് മാഷിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അത് നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം കഴിയുന്ന കാര്യമാണല്ലോ. കുറച്ച് നേരം അവനെ ഒന്ന് ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നോക്കൊണ്ടു. അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും. അവനൊന്നും മിണ്ടൊന്നുമില്ല, ചിലപ്പോൾ സമ്മതിക്കൊന്നുമില്ല. പക്ഷെ അവനതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആസ്വദിക്കുന്നുണ്ടാവും. ഈ പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന കുട്ടിയോട് സാധാരണ അച്ഛനും അമ്മയൊക്കെ എന്താ ചോദിക്കുക? ബുക്കെടുത്തോ, പഠിച്ചോ, പേനെടുത്തോ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? ഇതൊക്കെ സാധാരണ ചോദിക്കണ ചോദ്യമാണ്. ശരിക്കും അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി ചെയ്തോളൂ. ആ കുട്ടിയെ കുറച്ച് നേരം ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നാൽ
ഒന്നും വേണ്ട, കുറച്ച് നേരം അവനിങ്ങനെ ചൂടാറും, ഇങ്ങനെ ചൂടാറും. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് അവനൊന്നിങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരച്ഛനമ്മ. പിന്നെ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോകുന്ന ആ കുട്ടി ഇങ്ങനെ എന്തോ ഒരു സമാധാനം അവൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും. വേറെ എവിടുന്ന് കിട്ടാത്തൊരു സാധനത്തിന് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ സഹവസിക്കുന്ന മനുഷ്യർ ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ്. നമുക്കിഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ്. അതാണ് മിൻ അംഫുസിക്കും, ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ്. അതൊരു ചെറിയ കുട്ടിയായിരുന്നാലും വയോവൃദ്ധനായ ഒരാളായിരുന്നാലും ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ്. പിന്നെ പഠിച്ചവൻ 2 കാര്യം പറഞ്ഞു. അയാളെ സ്നേഹിക്കണം, അയാളോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞു. സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? പറഞ്ഞ പോരെ, സ്നേഹിക്കണം എന്ന് പറഞ്ഞ പോരെ. പിന്നെ കരുണയെക്കുറിച്ചാണ് പറഞ്ഞ, വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, കരുണ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയും ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മാഷ് ആരാണ്, ടീച്ചർ ആരാണ്? ഇപ്പം നമ്മൾ ഇത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചവരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരാകട്ടെ കണ്ടിട്ടുണ്ടാവില്ലേ? 100 കണക്കിന് ആളുകൾ കണ്ടിട്ടില്ലേ മാഷും ടീച്ചറും? നിങ്ങൾ കണ്ട ഏറ്റവും നല്ല മാഷ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരം ഉണ്ടാവും. മിക്കവാറും അത് നല്ലോണം പഠിപ്പിച്ച മാഷാവണമെന്നില്ല. നല്ലോണം പഠിപ്പിച്ച ഒരു മാഷോ നല്ലോണം പഠിപ്പിക്കുന്നൊരു ടീച്ചറോ ആവണമെന്നില്ല. നമ്മളോട് എന്തോ ഒരു കരുണ കാണിച്ച ഒരാളായിരിക്കും, അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു കരുണ അയാളിൽ കണ്ട ആ മാഷില്ലേ നമ്മൾ ജീവിതത്തിൽ മറക്കില്ല. മനുഷ്യർ പരസ്പരം എന്തെല്ലാം ഫീലിങ്സ് അങ്ങോട്ടോട് കൊടുക്കുന്നുണ്ട്. ഒരു സാധനം മാത്രമേ ബാക്കിയാവുള്ളൂ, കരുണ. മലയാളത്തിൻ്റെ മഹാകവിയായിരുന്ന കുമാരനാശാൻ ഒരു പ്രണയ കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്രണയ കവിതയാ. ആ പ്രണയ കവിതയ്ക്ക് കൊടുത്ത പേരെന്താണെന്നറിയോ? കരുണ എന്നാ. പ്രണയ കവിതയ്ക്ക് ആരെങ്കിലും കരുണ എന്ന് കൊടുക്കുമോ? സൂക്ഷ്മമായി ആലോചിച്ചാൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് തിരയുന്ന കരുണയുടെ പേരാണ്. 800 കോടി മനുഷ്യരിൽ നിന്നും കിട്ടാത്തൊരു കരുണ, 800 കോടി മനുഷ്യരിൽ നിന്നും കിട്ടാത്തൊരു ശ്രദ്ധ, 800 കോടി മനുഷ്യരിൽ നിന്നും കിട്ടാത്ത എന്തോ ഒന്ന് ഒരാളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പേരാണ് പ്രണയം. അതുകൊണ്ടാണ് കുമാരനാശാൻ പല്ലനയാറ്റിൽ വെച്ച് മുങ്ങി മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് കരുണ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമായിരുന്നു എന്നാണ്. പ്രണയ കവിതയ്ക്ക് കൊടുക്കുന്ന പേരാണ് കരുണ. ഈ അടുത്ത് മാലിക് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിലൊരു പാട്ടുണ്ട്, പ്രണയഗാനമാണ് കേട്ടോ, പ്രണയഗാനം. ആ പ്രണയഗാനത്തിലെ 2 വരിയാ, 2 വാക്കുണ്ട്. ഒന്നെന്താണെന്നറിയോ? നീ തരും കരുണാകരം. പിന്നൊരു വാക്ക് ശരണാലയം. ശരണാലയം എന്ന് പറഞ്ഞാൽ എന്താ? അഭയം എന്ന് പറയില്ല നമ്മൾ. ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതമാണ് അഭയം. ശരിക്കും ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതമാകേണ്ട വാക്കാണ് അഭയം. നമ്മളങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ഭയം എന്നുള്ളതിന് നമ്മൾ ധൈര്യം എന്നാ പറയുക. സത്യം എന്നുള്ളതിന് അസത്യം എന്നല്ലേ? പ്രിയം എന്നുള്ളതിന് അപ്രിയം എന്നല്ലേ? ഭയം എന്നുള്ളതിനോ അഭയം. ഒരാളുണ്ടെങ്കിൽ പേടിയുണ്ടാവില്ല കയറി ചെല്ലാൻ. ഓടിക്കയറി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ പേടിയുണ്ടാവില്ല. പേടികളെ അതിജീവിക്കും. അതാണ് അഭയം. അപ്പോൾ പ്രണയഗാനത്തിൽ ഉപയോഗിച്ച വാക്കാണ് ശരണാലയം. പിന്നൊരു വാക്കാണ് കരുണാകരം, കരുണയുടെ കയ്യിൽ നിന്ന് ഉപയോഗിച്ച്. അപ്പോൾ പഠിച്ചോൻ പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യന് 2 സാധനങ്ങൾ വേണം. ഒന്ന്, അത് മനുഷ്യനാണ് എന്ന് അംഗീകരിക്കണം. അത് മനുഷ്യനാണ്, പ്ലാസ്റ്റിക്കോ കല്ലോ ഒന്നുമല്ല, മനുഷ്യനാണ്, ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. പിന്നെ ആ മനുഷ്യനോട് സ്നേഹവും വേണം, കരുണയും വേണം. ഒരാളെ തിരിച്ചറിയാൻ കഴിയണം. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കണക്കിൻ്റെ മാഷ് അവർ ചെയ്ത ഹോംവർക്കൊക്കെ മാഷയ്ക്ക് കൊടുത്ത് ആ ഹോംവർക്കിൻ്റെ പുസ്തകമൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പേടിച്ചു വിറക്കുകയാണ്, എന്തായിരിക്കും അവസ്ഥ, കണക്കാണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ പേടിയുണ്ട്. ആ സമയത്ത് മാഷ് ഒരു കുട്ടിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഒരു കുട്ടിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ പേടി എത്രയായിരിക്കും? എന്നിട്ട് ആ കുട്ടിയെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ച്, എന്നിട്ട് അവളുടെ ബുക്കില്ലേ, അവളുടെ നോട്ട് ബുക്ക്, ആ നോട്ട് ബുക്ക് ഇങ്ങനെ എടുത്ത് അവളാകെ ഇങ്ങനെ പേടിച്ച് വിറക്കാൻ തുടങ്ങി. മാഷ് ആ ഹോംവർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ തുറന്ന് അവിടെ കണക്കിന് പകരം കവിതയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 4 വരി ചെറിയ കവിത. രാത്രി ഇരുന്ന് ഏതൊരു ഹാലിൽ
അവൾ 4 വരി കവിതയാണ് എഴുതി വച്ചിരിക്കണത്. ഇത് കണ്ടപ്പോൾ അവളുടെ പേടി എത്രയായിരിക്കും? മാഷ് അവളോട് ആ കവിത ഉറക്കെ വായിക്കാൻ പറഞ്ഞു. അവളിങ്ങനെ പേടിച്ച് ആ കവിത ഉറക്കെ വായിച്ചു. കുട്ടികളോട് എല്ലാവരോടും കൈയടിക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും കൈയടിച്ചു. ഇന്ന് ആ പെൺകുട്ടിയുടെ പേര് സരോജിനി നായിഡു എന്നാണ്. ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്നെഴുതാറുള്ളത് എങ്ങനെയാണെന്നറിയാലോ? ഒരു വരയും മുകളിലൊരു കുത്തും, അല്ലേ? ഒരു വരയും മുകളിലൊരു ചെറിയ കുത്തും കൊടുക്കും. അതൊന്ന് തിരിച്ചിട്ടല്ലോ, നമ്മളതിന് അത്ഭുതം എന്നാണ് വിളിക്കുക, അല്ലേ? ഓരോ ഐയുടെ അകത്തും ഓരോ ഇൻഡിവിജ്വലിൻ്റെ അകത്തും മറഞ്ഞു കിടക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം എന്ന പൊന്നാണയത്തെ തിരിച്ചു പിടിക്കാനാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിന് കരുണയുടെ ഭാഷ വേണം. ആ ഭാഷ കൊണ്ട് കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം നേടുകയും അവരുടെ ഓർമ്മയിൽ പതിയുന്നൊരു ഫ്രെയിമായി മാറുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.